എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ കവാക്കിയും ആ പയ്യനും അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ്. ആ പയ്യനാണെങ്കിൽ കവാക്കിയോട് പറയും, ഇതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴി. ഇതുവഴി പോവുകയാണെങ്കിൽ എത്രയും വേഗം എൻ്റെ ഗ്രാമത്തിലേക്ക് എത്താൻ കഴിയും. എനിക്കറിയാം ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന്. ഞാൻ കാരണമല്ലേ നിങ്ങൾ ടീംമേറ്റ്സ് തമ്മിൽ വഴക്കുണ്ടായ. അതിന് കവാക്കി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ആക്ച്വലി ഈ മിഷന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു ടീമായി മാറിയത്. സത്യത്തിൽ ഞാൻ അവരുടെ ടീംമേറ്റ് ഒന്നും അല്ലാന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് പോകും. അതേസമയം ഇവിടെ ചിക്കടയാണെങ്കിൽ ഒരുപാട് പരിക്ക് പറ്റിയ ചോച്ചോയെ അവൾ അങ്ങനെ താങ്ങിയെടുത്ത് നടന്നു പോവാണ്. ചോച്ചോയെ കൊണ്ടാണെങ്കിൽ ഇപ്പറായിട്ട് നടക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല അവളുടെ ബോഡിയിലുള്ള പരിക്ക് അത് വളരെയധികം ഡീപ്പാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കൊനഹമാരും ഷിക്കമരും അവർ രണ്ടുപേരും ഒരു പ്രത്യേക റിപ്പോർട്ട് നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. ഹൗ വില്ലേജിൽപ്പെട്ട ആറ് കുട്ടികൾ കൊല്ലപ്പെട്ടു. ആക്ച്വലി ഇതൊരു റാൻഡം അറ്റാക്ക് അല്ല, മറിച്ച് ആരോ ഡെലിബറേറ്റ്ലി ആ ഹൗ വില്ലേജിലുള്ള കുട്ടികളെ കൊന്നു കളയുകയാണ്. ഉടനെ അത് കേട്ട് നറൂട്ടോ ടെൻഷനാവും. കൊവാക്കിയാൻ ടീം അവർ പോയിരിക്കുന്നത് ആ ഹൗ വില്ലേജിലേക്കാണ്. ആ പയ്യൻ അവൻ ഹൗ വില്ലേജിലെ ഒരു മെമ്പറാണ്. എത്രയും പെട്ടെന്ന് റീഎൻഫോഴ്സ്മെന്റിന് ആളവിടേക്ക് അയക്കണം. അതിന് ഷിക്കട പറയും, ബൊറൂട്ടോ ടീം അവരും ഏകദേശം ആ ഹൗ വില്ലേജിലേക്ക് പോകുന്ന റൂട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ മിഷൻ ഏറ്റെടുത്തതെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ നറൂട്ടോയ്ക്ക് ഒരു ബുദ്ധി വെളിച്ചം തോന്നുകയാണ്. കട്ട് ചെയ്ത ടീം 7ലെ മെയ്റ്റ്സുകെ കാണിക്കും. അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. പശുക്കളെയൊക്കെ തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് അവൻ തിരികെ വരും. അടുത്ത നിമിഷം ലീഫ് വില്ലേജിലെ ഒരു ഷിനോബി അവന്റെ അടുത്തേക്ക് വരും. ഹൊക്കാഗയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രത്യേക ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾ ടീം 7 ടീം 10ന് ബാക്കപ്പ് കൊടുത്ത് എത്രയും വേഗം അവരുടെ അടുത്തേക്ക് പോകണം. അതേസമയം മറ്റൊരു ഭാഗത്ത് ഷിക്കട അവനാണെങ്കിൽ ഒരുപാട് നേരം ചോച്ചോയുമായിട്ട് നടന്ന് അവിടെ ഒരു ഭാഗത്ത് ഇരുത്തുകയാണ്. കറക്റ്റ് സമയം സാറുടെയും ബൊറൂട്ടോയും അവരവിടേക്ക് ഓടിയെത്തുകയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര ഷോക്ക്. അതിന് ബൊറൂട്ടോ പറയും, ഞങ്ങളും ചെറിയൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വഴി വന്നതാണ്. അപ്പോൾ വളരെ വിയേഡായിട്ടുള്ള രണ്ട് ഷിനോബികളെ ഞങ്ങൾക്ക് കാണാനിടയായി. അവരെ ഫോളോ ചെയ്താണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കാണാൻ കഴിഞ്ഞു. അതിരിക്കട്ടെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കവാക്കി അവനവിടെ. ഉടനെ ഷിക്കടയാണെങ്കിൽ തല താഴ്ത്തി ബൊറൂട്ടോയോടും സാറുടെയോടും പറയും, ആക്ച്വലി ഞങ്ങൾക്ക് ആ മിഷന്റെ ഇടയിൽ വെച്ച് വലിയ അപകടം സംഭവിച്ചു. കുറച്ച് ഷിനോബികൾ ചേർന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ചോച്ചോയ്ക്ക് നല്ല രീതിയിൽ പരിക്കുപറ്റി. സോ ഞാൻ അവളുമായി ഇവിടേക്ക് തിരികെ വന്നു. കവാക്കി അവൻ ക്ലയന്റുമായി മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായി ആ ഗ്രാമത്തിലേക്ക് പോയി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ കവാക്കിയെയും ആ പയ്യനെയും കാണിക്കും. അവർ ഒരുപാട് ദൂരം ഓടി മുൻപോട്ടേക്ക് വരും. പക്ഷെ അടുത്ത നിമിഷം ആ വില്ലൻ ഷിനോബി അവനങ്ങനെ ടെററായിട്ട് അവരുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഓ, നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയല്ലേ? മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള മെഡിസിൻ അതെനിക്ക് താ. അതിന് ആ പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും നിനക്കിത് വിട്ടു തരില്ല. എന്റെ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെഡിസിനാണ്. ഇനിയും ഇതവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ഇടയിൽ ഒരുപാട് പേര് മരണപ്പെടും. അതിനാ വില്ലൻ ഷിനോബി ആണെങ്കിൽ ടെററായിട്ട് ശരിക്കും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്റെ മിഷൻ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. കവാക്കി ആണെങ്കിൽ അടുത്ത നിമിഷം അവന്റെ കർമ്മ പവർ ഉപയോഗിക്കും. പക്ഷേ അവന്റെ പവർ വെച്ച് അങ്ങനെ ഒരു പുകയായിട്ട് തീരും. ആ പയ്യൻ പറയും, തോന്നുന്നത് അവരുപയോഗിക്കുന്നത് ഗെഞ്ചിപ്സോ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോടൊപ്പം പിടിച്ചു നിൽക്കാനാവില്ല. ആ വില്ലൻ ഷിനോബി ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു പ്രത്യേക ഫോഗ് അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ്. അത് എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട് ഇപ്പോ പയ്യനാണെങ്കിൽ താഴേക്ക് വീഴും. കവാക്കിക്കാണെങ്കിൽ അവന്റെ കർമ്മ പവർ പോലും ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. ആ വില്ലനാണെങ്കിൽ കവാക്കിയെ അച്ചറം പൊച്ചറം വെട്ടും. കവാക്കിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവൻ അവന്റെ റിയൽ ബോഡി അതെവിടെയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്രകാരം ജിപ്സുകൾ റിലീസ് ചെയ്യുന്നത്. അവന്റെ റിയൽ ബോഡിയെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അവനെ തകർക്കാൻ പറ്റൂ. കവാക്കി ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഫയർ സ്റ്റൈൽ പവർ അതുപയോഗിച്ച് ചുറ്റും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു അറ്റാക്കിന്റെ ഇടയിൽ കവാക്കി കറക്റ്റ് ആയിട്ട് അവന്റെ റിയൽ ബോഡി അത് നോട്ട് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ തകർന്ന് അവൻ ക്രിയേറ്റ് ചെയ്തിരുന്ന ജിപ്സു അതെല്ലാം തന്നെ ഇപ്പൊ അണ്ടു ആവും. കവാക്കി ആണെങ്കിൽ ആ വില്ലന്റെ അടുത്തേക്ക് വന്ന് മെഡിസിൻ എടുക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവൻ അവന്റെ ബ്ലഡ് പവർ ഉപയോഗിച്ച് കവാക്കിയെ ആഞ്ഞു വെട്ടും. പക്ഷേ അടുത്ത നിമിഷം ആ പയ്യൻ അവൻ കവാക്കിയുടെ മുൻപിൽ കയറി അവന്റെ ബോഡിയിൽ ആ വെട്ട് വീഴുകയാണ്. കവാക്കി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ആ വില്ലൻ അവൻ വീണ്ടും കവാക്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൈ ഉയർത്തും. പക്ഷേ വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ബൊറൂട്ടോ അവിടേക്ക് ചാടി വീണ് ആ വില്ലനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഒക്കെ ആ പയ്യന്റെ അടുത്തേക്ക് ഓടി വരും. അവൻ ആ മെഡിസിൻ കൊവാക്കിയുടെ കയ്യിൽ ഏൽപ്പിക്കും.
എൻ്റെ മാസ്റ്റർ അദ്ദേഹം വില്ലേജിന്റെ എൻട്രൻസിലുണ്ട്. എത്രയും വേഗം ഈ മെഡിസിൻ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിക്കണമെന്ന് പറയും. കവാക്കിയാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ പതിയെ കണ്ണുകൾ അടച്ച് മരിക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ അവന്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. കവാക്കി അവനെ താങ്ങിയെടുത്ത് ഒരു മരത്തിന്റെ സൈഡിലിരുത്തും. അതിനുശേഷം ആ മെഡിസിനുമായിട്ട് പോകാൻ തയ്യാറാവുകയാണ്. കവാക്കിയോടൊപ്പം ഷിക്കഡയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ആ ഒരു ചെക്ക് പോയിന്റ് അത് ലക്ഷ്യമാക്കി ഓടും. അവരല്പം മുൻപിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കൂട്ട ഷിനോബികൾ അവരെ തടയാനായി മുൻപിലേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് പറയും, കവാക്കി എത്രയും വേഗം നീ ആ മെഡിസിനുമായിട്ട് ചെക്ക് പോയിന്റിൽ എത്തണം. ഇവരുടെ കാര്യം അത് ഞങ്ങൾ നോക്കാം. കവാക്കി ആണെങ്കിൽ ആ മെഡിസിനുമായി മുൻപോട്ടേക്ക് പോവും. അതേസമയം ഷിക്കഡയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് ആ ഷിനോബികളെ മുഴുവൻ തല്ലി തകർക്കുകയാണ്. ഇവിടെ കവാക്കി ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ചെക്ക് പോയിന്റിന്റെ അടുത്തെത്തും. അവിടെയാണെങ്കിൽ അവരുടെ സെൻസായി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ആ സെൻസായി കണ്ട് അവനോട് ചോദിക്കും, നിങ്ങളല്ലേ മൊസൂക്കോയുടെ സെൻസായി? ഞാൻ സെൻസായി ആണെങ്കിൽ അടുത്തേക്ക് വന്ന് പറയും, അതെ മൊസൂക്കോ, അവൻ എവിടെ? അതിന് കവാക്കി ആണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഒരു വില്ലൻ ഷിനോബി അങ്ങനെ ആ സെൻസായുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ആ ബോക്സ് അവൻ ഇട്ട് കൊടുക്കും. ബോക്സ് കിട്ടിയ സന്തോഷത്തിൽ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്ന അതേ സമയം കവാക്കി അവന്റെ കർമ്മ പവർ അതുപയോഗിച്ച് അവനങ്ങനെ തകർത്ത് കളയാണ്. ആ ബോക്സിലെ മെഡിസിൻ അത് ഓൾറെഡി ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് ആ മെഡിസിൻ എടുത്ത് സെൻസായുടെ കയ്യിൽ കൊടുക്കും. അവൻ അവന്റെ ജീവൻ പോലും ത്യാഗം ചെയ്താണ് ഈ മെഡിസിൻ ഇവിടം വരെ എത്തിച്ചത്. സോ എത്രയും വേഗം ഇത് ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കണം. ഇത് അവന്റെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്ന കുറച്ച് പണമാണ്. ഇതൊക്കെ ഉപയോഗിച്ച് എത്രയും വേഗം ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കണം. അവൻ ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കാനാണ് എല്ലാം ചെയ്തത്. അവന്റെ ഡെഡ് ബോഡി അത് ആ കാട്ടിലുണ്ട്. എത്രയും വേഗം ഞാനതവിടെ എത്തിക്കുമെന്ന് പറയും. സെൻസായി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ആ ഒരു മെഡിസിനുമായിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോവാണ്. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോയും ഷിക്കഡയും അവർ രണ്ടുപേരും കവാക്കിയുടെ അടുത്തേക്ക് വരും. അവരവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ പതിയെ തിരികെ നടന്നു പോകും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. കവാക്കി ഒരുപാട് വിഷമത്തില് ഇപ്പോൾ ഷിക്കഡയോട് പറയും, സത്യത്തില് ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് പോവുകയായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ മരിക്കുകയില്ലായിരുന്നു. ഞാനൊരു ഷിനോബി ആവാൻ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തളർന്നു വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ റിപ്പോർട്ട്സ് എല്ലാം നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നു വിടാതെ നറൂട്ടോയെ അറിയിക്കും. മറ്റൊരു ഭാഗത്ത് ചോച്ചോ ആണെങ്കിൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി എപ്പോഴത്തേതും പോലെ സാറഡയുടെ കൂടെ ഇരുന്ന് ഒരുപാട് ഭക്ഷണമൊക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും കവാക്കിക്ക് ഇഷ്ടമുള്ള ആക്സ് ഒക്കെ ആയിട്ട് അവനെ കാണാൻ വന്നിരിക്കുകയാണ്. കവാക്കി പറയും, എന്നെ കൊണ്ട് ഇനി ഒരിക്കലും ഷിനോബി ആവാൻ കഴിയില്ല, ഞാൻ അതിന് വൃത്തല്ലാത്ത ഒരാളാണ്. അതിന് ബൊറൂട്ടോ പറയും, അയ്യോ അല്ല, ഇന്നു മുതൽ നീയും ഒരു ഷിനോബിയാണ്. അത് കേട്ട് കവാക്കിക്ക് ഭയങ്കര സന്തോഷം. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കവാക്കിയും ഇക്കടയും അവർ രണ്ടുപേരും മരണപ്പെട്ട ആ ഷിനോബികളുടെ കല്ലറയിലേക്ക് വന്നിരിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ അപ്പോഴും ആ പയ്യനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. അതിന് ഷിക്കട പറയും, നീ ഇപ്പോഴും അവനെക്കുറിച്ച് ആലോചിക്കുകയാണോ? ഷിനോബികളുടെ ലൈഫിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നീ ഇനിയെങ്കിലും പരസ്പരം മനസ്സിലാക്കി ടീമായി മുൻപോട്ടേക്ക് പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കവാക്കിയുടെ അടുത്തേക്ക് നറൂട്ടോ കടന്നു വരും. നറൂട്ടോ ആണെങ്കിൽ കവാക്കി ആശ്വസിപ്പിച്ച് പറയും, നിന്റെ മനസ്സ് അത് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സന്തോഷ വാർത്ത അത് നിനക്കുണ്ട്. ഇന്നു മുതൽ നീ ഒരു ഗനിയനാണ്. ഇതിൽ തെറ്റായ കാര്യങ്ങൾ നീ ചെയ്തുവെങ്കിലും മറ്റൊരാളുടെ ലൈഫ് അത് രക്ഷിക്കാനും മിഷൻ കംപ്ലീറ്റ് ചെയ്യാനും നീ കാണിച്ച മനസ്സും റെസ്പോൺസിബിലിറ്റിയും അത് ശരിക്കും അഭിനന്ദനെ ഒരു യഥാർത്ഥ ഗനിയന്റെ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഷിക്കഡ നിനക്ക് നിന്നെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് തന്നിരിക്കുന്നത്. അത്രയും പറഞ്ഞ് നറൂട്ടോ അവൻ അവിടുന്ന് കടന്നു പോവും. ഇവിടെ കവാക്കി ആണെങ്കിൽ നറൂട്ടോയെ തന്നെ നോക്കി, തീർച്ചയായും ഇനി എൻ്റെ ലൈഫിൽ ഇതുപോലൊരു മിസ്റ്റേക്ക് സംഭവിക്കാനായിട്ട് പാടില്ല. എനിക്കും നറൂട്ടോയെ പോലെ വലിയൊരു ഹൊക്കാഗെയായി മാറണം എന്നവൻ ആഗ്രഹിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.